ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇന്നൊരു ബസ് യാത്രയിലാണ് കേട്ടോ. ഈ ബസ്സിൽ എന്നോടൊപ്പം ഉള്ളത് എൻ്റെ സ്കൂളിലെ കലാപ്രതിഭകളും അവരുടെ മാതാപിതാക്കളും ഒപ്പം എന്നെപ്പോലെ തന്നെ പല പല വിഷയങ്ങൾക്ക് ചാർജ് നൽകിയിട്ടുള്ള ടീച്ചേഴ്സുമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് പോകുന്നത് കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ലയുടെ കലോത്സവ വേദിയിലേക്കാണ്. ഇത്തവണ അത് മേരികുളം സെൻറ് മേരി സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തപ്പെട്ടത്. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ കുട്ടികളുടെ ഹൃദയമെടുപ്പ് കൂടി. അവരുടെ വേദികൾ കണ്ടെത്താനും അവരുടെ എതിരാളികളായിട്ട് മത്സരിക്കുന്ന കുട്ടികളെക്കുറിച്ചുള്ള ആശങ്കകളും എല്ലാ വിദ്യാർത്ഥികളിലും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിൽ ചില അധ്യാപകർക്കെങ്കിലും ഇത് ഗൃഹാതുരത്വം നടത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ മുതൽ ഇത്തരത്തിലുള്ള വേദികളിൽ മത്സരിച്ച് വിജയവും പരാജയവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ മധുരവും കയ്പും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വേദി ഒരു വല്ലാത്ത അനുഭൂതി തന്നെയാണ്. എല്ലാ വേദികളിലും നിരവധി കലാപ്രതിഭകൾ ആടിത്തിമർത്തു. എല്ലാ വിഷയങ്ങളും തന്നെ അല്ലെങ്കിൽ എല്ലാ കലാപരിപാടികളും തന്നെ ആസ്വദിക്കാനൊന്നും സാധിച്ചില്ല. കാരണം ഞങ്ങൾ ടീച്ചേഴ്സിന് ഓരോരുത്തർക്കും ഓരോരോ ഡ്യൂട്ടികളുണ്ടായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് സ്കിറ്റിൻ്റെ ചാർജായിരുന്നു. ഇംഗ്ലീഷ് അധ്യാപിക ആയതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന കുട്ടികളാണ് കേട്ടോ എൻ്റെ ഇംഗ്ലീഷ് സ്കിറ്റിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ സ്കിറ്റിൻ്റെ ആദ്യാവസാനം മുതൽ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. കാരണം ഈ സ്കിറ്റ് ചെയ്തത് GK പന്നാങ്കുഴി എന്ന ഒരു പ്രതിഭയാണ്. ഇടുക്കി ജില്ലയിലെ അദ്ദേഹത്തെ അറിയത്തില്ലാത്തതായിട്ട് ആരുമില്ല. അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം നിരവധി കലാപ്രതിഭകളെ വാർത്തെടുത്തിട്ടുണ്ട്. സാറ് തൊട്ടിട്ടുള്ള ഒന്നും തന്നെ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ടായിരുന്നു. എങ്കിലും വിഷയം ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ തുടക്കം മുതൽ സ്ക്രിപ്റ്റിങ്ങിലും അതോടൊപ്പം തന്നെ ഡയലോഗിലുമൊക്കെ എൻ്റെ സജഷൻസും ഒപ്പം എൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻസും ഒക്കെ നൽകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ വളരെ നന്നായിട്ട്, അത് പ്രതീക്ഷിച്ചതിലും അപ്പുറം വളരെ ഭംഗിയായിട്ട് അവരുടെ ഓരോ റോളും കൃത്യമായി ചെയ്തു. അതോടൊപ്പം തന്നെ 8 ടീം മത്സരിക്കാനുണ്ടായിരുന്നു വിവിധ സ്കൂളിൽ നിന്ന്. എല്ലാം ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിലുള്ളൊരു ടൈറ്റ് കോമ്പറ്റീഷനാണ് ഫേസ് ചെയ്യേണ്ടി വന്നത്. ഞങ്ങൾ തിരഞ്ഞെടുത്ത വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടെക്നോളജി, അതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ്സ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അതൊരു വെറൈറ്റി തീമായിരുന്നു. മാത്രമല്ല കുട്ടികളുടെ പെർഫോമൻസിന് മറ്റ് ഒന്നും പറയാനില്ല. അതുപോലെ നന്നായിട്ട് അവർ ചെയ്തു. നമ്മുടെ ഹാർഡ് വർക്കിന് ഒരു വലിയ റിസൾട്ട് കിട്ടിയതായിട്ട് എനിക്ക് തോന്നി. അതിന് മുമ്പിലിരുന്ന് കുട്ടികളുടെ പെർഫോമൻസിന് മുമ്പിലിരുന്നത് കണ്ടതിന് ശേഷം കർട്ടൻ താഴെ വീഴുന്നതിനോടൊപ്പം എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സ്കിറ്റായതുകൊണ്ട് തന്നെ ജഡ്ജിങ് പാനലുള്ളവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും റിസൾട്ട് അനൗൺസ് ചെയ്തപ്പം സന്തോഷത്തിനോടൊപ്പം തന്നെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൻ്റെ ഒരു വിഷ്വലാണ് കേട്ടോ ഇത്. സോ ഒരിക്കൽ കൂടി നമ്മൾ ആ കപ്പ് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. കട്ടപ്പന സബ് ജില്ലയുടെ സ്കൂൾ കലോത്സവത്തിലെ ഇംഗ്ലീഷ് സ്കിറ്റ് വിഭാഗത്തിൽ നമ്മൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഇനി നമ്മൾ പോയത് ഗ്രൂപ്പ് ഡാൻസിൻ്റെ വേദിയിലേക്കായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ കറക്റ്റ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെന്നത്. ഈ സ്കിറ്റിൻ്റെ പുറകെ പോയതുകൊണ്ട് തന്നെ കുറേ പെർഫോമൻസസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ഒന്നും വിഷ്വൽസ് കുറേയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് നമ്മുടെ ഗ്രൂപ്പ് ഡാൻസിൻ്റെ വിഭാഗമാണ്. ഒന്നും പറയാനില്ല. കണ്ടു നിന്നിരുന്ന കുട്ടികളും മറ്റ് മാതാപിതാക്കളും കാഴ്ചക്കാരുമൊക്കെ ആകാംക്ഷയോടെ നിന്ന് കണ്ട ഒരു പെർഫോമൻസസ് ആയിരുന്നു ഇവരുടെ ഈ ഒരു ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുന്നത്. എന്താ പറയുക, അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. ഇത് ഇവരെ ചിട്ടപ്പെടുത്തിയതും ഇവരെ ഇതിന് ട്രെയിൻ ചെയ്തതും എല്ലാം കുമാർ മാഷിൻ്റെ ടീമാണ് കേട്ടോ. അപ്പോൾ സാറിന് ഈ ഒരു അവസരത്തിൽ ഒരുപാട് വലിയൊരു നന്ദി അറിയിക്കുന്നു. ഈ ഒരു പെർഫോമൻസിന് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡോടുകൂടി കുട്ടികൾ ജില്ലയിലേക്ക് സെലക്ഷൻ നേടിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു ഇന്നത്. മനസ്സും ഹൃദയവും ഒക്കെ നിറഞ്ഞാണ് ഇന്ന് ഈ ഒരു വേദിയിൽ നിന്ന് നമ്മൾ കുട്ടികളുമായി തിരിച്ചു പോയത്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ ഈ കുട്ടികളോടൊപ്പം നിന്നുകൊണ്ട് സഹകരിച്ച മാതാപിതാക്കൾ, ഇവരെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഓരോ അധ്യാപകർ, ഇതിനുവേണ്ടി വലിയൊരു അവസരം ഒരുക്കി തന്ന ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെൻറ് ഹൈസ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും, HM, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, PTA അംഗങ്ങൾ, അങ്ങനെ എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു. വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായൊരു മൊമെൻ്റ് അവർക്ക് സമ്മാനിച്ചതിന് ഒരുപാട് നന്ദി. ഒപ്പം ഇവരുടെ അധ്യാപികയാകാൻ സാധിച്ചതിലുള്ള ഒരു പ്രൗഡ് ഫീലും കൂടെയാണ് ഈ ഒരു വീഡിയോയുടെ അവസാനം ചേർക്കുന്നത് കേട്ടോ. സോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.